ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോജിൻ ബെന്നി വരീക്കൽ. കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസ് ഇറക്കാറില്ലായിരുന്നു. പിന്നെന്താ, ഇന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഒരു വീഡിയോ ഇറക്കണമെന്ന്. അപ്പോൾ നമുക്ക് പതിവ് പോലെ തിരുവചനം എടുത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈബിളിൽ നിന്ന് നമുക്കൊരു വചനം എടുക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങളാണ്. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണുവാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. ദൈവമായ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിന് സ്തുതി. നമുക്ക് കിട്ടിയ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കാണുന്നതും നമ്മൾ ചെയ്യുന്നതും നമ്മൾ തന്നെ ഒരു ശുദ്ധിയുള്ളവരായിരിക്കണം. അഗ്നിയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഫിലിമിൽ കേട്ടതാണ്. മമ്മൂട്ടിയുടെ ഫിലിം, നേരറിയാൻ CBI എന്നൊന്ന് തോന്നുന്നു. ജലം അഴുക്ക് മാറ്റുന്നുണ്ട്. ജലം അഴുക്ക് മാറ്റുമ്പം ജലം അത് അശുദ്ധമായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ പല സംഭവങ്ങളും ജലം അഴുക്ക് മാറ്റുന്നുണ്ടെങ്കിലും അത് തന്നെ അശുദ്ധമായിട്ടാണ് മാറുന്നത്. എന്നാൽ അഗ്നി അങ്ങനെയല്ല. അഗ്നി ആ അശുദ്ധിയെ മാറ്റുമ്പോഴും അത് തന്നെ അശുദ്ധിയാകുന്നില്ല, അത് ശുദ്ധിയുള്ളതായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക. അതിലൂടെ നമുക്കും പോസിറ്റീവായിട്ട് മാറും. ഏറ്റവും ആദ്യം വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. നമ്മുടെ കൈകളിലല്ല ഒരു കാര്യവും ഇരിക്കുന്നത്, എല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവ നിയോഗപ്രകാരം തന്നെ വിട്ടുകൊടുത്തു. ആദ്യമേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അതിനുശേഷം ഒത്തിരി സഹനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഗാഗുൽത്തായിൽ ഈശോയുടെ കുരിശുമരണം നടക്കുമ്പോഴും അതൊരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. അപ്പം ഇത്രയും സഹനങ്ങളൊക്കെ സഹിച്ചിട്ട്, അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം മറ്റാരേക്കാളും ഉന്നതമായ സ്ഥാനത്ത് സ്വർഗത്തിൽ ഉപവിഷ്ടയായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും സഹനങ്ങളും വരുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. ഈശോയും സഹിച്ചിട്ടുണ്ട്, പരിശുദ്ധ കന്യാമറിയവും സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരായ നമുക്കും ദൈവ സഹനം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്, അത് വന്നോട്ടെ, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അതുകൊണ്ട് നമ്മൾ കാണുന്നത് നന്മയായിട്ടുള്ളത് കാണാനായിട്ട് ശ്രമിക്കുക, ചെയ്യുന്നത് നന്മയായിട്ടുള്ളത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ കുറച്ച് നാളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. തമിഴ്നാട്ടിലെ ശ്രീ
ജോസഫ് വിജയ്, അതായത് നമ്മുടെ സ്വന്തം വിജയ് എന്താ പറയുക, മുഖ്യമന്ത്രിയായി മാറി. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി മാറി. അപ്പം എല്ലാവരും ചേഞ്ച് വരുന്നുണ്ട്. അപ്പം അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് ചിന്തിക്കാം. അങ്ങനെ തന്നെയാണ് താനും. അപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അതിന് സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. താങ്ക് യു.